ഈ പുഴയും കടന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അരവിന്ദേട്ടന്റെ മരണവാർത്ത അറിഞ്ഞ് നെഞ്ചുപൊട്ടി സുജാത എത്തുകയാണ്. അരവിന്ദേട്ടാന്ന് വിളിച്ച് മൃതദേഹത്തിന് അരികിൽ നിന്ന് ആർത്ത് വിളിച്ച് എന്താ എന്റെ അരവിന്ദേട്ടന് പറ്റിയത് എന്ന് നിലവിളിയോടെ ചോദിക്കുമ്പോഴേക്കും ഗംഗേച്ചിയുടെ നിശ്ചയത്തിന്റെ തലേന്ന് ഉറങ്ങാൻ കിടന്നതാ, രാവിലെ എഴുന്നേറ്റില്ല അമ്മായി എന്ന് കാവേരി പറയുന്നത് അരവിന്ദേട്ടാന്ന് വിളിച്ച് സുജാതയും നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയാ. സുജാതയെ അരവിന്ദേട്ടൻ എല്ലാരെയും കരയിച്ചുകൊണ്ട് പോയെന്ന് ശാരദയും കരച്ചിലൂടെ പറയുമ്പോഴേക്കും ഞാൻ പറഞ്ഞത് അറം പറ്റി പോയല്ലോ അരവിന്ദേട്ട, ഏട്ടനെ കണ്ട് ഈ നാട് മുഴുവൻ കരയുമെന്ന് ഞാൻ പറഞ്ഞത് അറം പറ്റി പോയല്ലോ എന്ന് പറഞ്ഞ് സുജാത വീണ്ടും നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയാ. എന്നാലും എന്റെ നാവിൽ അങ്ങനെയൊക്കെ വന്നു പോയല്ലോ അരവിന്ദേട്ട, എന്റെ നാവ് പിഴച്ചു പോയല്ലോ അരവിന്ദേട്ട, എഴുന്നേൽക്ക് അരവിന്ദേട്ട, അരവിന്ദേട്ടന്റെ അനിയത്തിയല്ലേ ഞാനൊന്നും വേണമെന്ന് വെച്ച് പറഞ്ഞതല്ല, അപ്പോഴത്തെ ദേഷ്യത്തിന് അങ്ങ് പറഞ്ഞു പോയതാ, അതിനെന്നോട് പകരം ചോദിച്ചതാണോ അരവിന്ദേട്ട ഈ കിടപ്പ്, ഇനി പോണൊന്ന് നിർബന്ധാണെങ്കിൽ എന്നെയും കൂടി അങ്ങോട്ട് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നുണ്ട് സുജാത. ശാരദയും കണ്ണീരോടെ പെങ്ങളെ വിഷമിപ്പിച്ചിട്ടാണല്ലോ അരവിന്ദേട്ടൻ പോയത് എന്ന് ശാരദ പറയുമ്പോഴേക്കും സുജാതയും ഗംഗയെ നോക്കിക്കൊണ്ട് നീ ആര് വേണമെങ്കിലും കല്യാണം കഴിച്ചോ, ഈ അനിയത്തിക്ക് ഒരു പരാതിയുമല്ല അരവിന്ദേട്ട, നിങ്ങൾ എനിക്ക് ഏട്ടനല്ലായിരുന്നു അരവിന്ദേട്ട, എനിക്ക് എന്റെ ദൈവമായിരുന്നു, ഏട്ടനില്ലായിരുന്നെങ്കിൽ ഭർത്താവ് മരിച്ചാൽ ഞാൻ എങ്ങനെ എന്റെ മക്കളെ കരകയറ്റുമായിരുന്നു, എന്നോട് പിണങ്ങല്ലേ അരവിന്ദേട്ട, ഏട്ടനോട് മിണ്ടാതെ നടന്നത് ഞാനല്ലേ അരവിന്ദേട്ട, ഇനി അങ്ങോട്ട് മിണ്ടാന്ന് വെച്ചാലും അത് പറ്റത്തില്ലല്ലോ ദൈവമേ, അരവിന്ദേട്ട ഒന്ന് എണീക്ക്, എന്നോടൊന്ന് മിണ്ടേട്ട, എനിക്ക് പിണക്കമില്ലേട്ടാ, എനിക്ക് എന്റെ ഏട്ടനോട് പിണക്കമില്ല എന്റെ അരവിന്ദേട്ടാന്ന് വിളിച്ച് സുജാത പൊട്ടിക്കരയുകയാണ്. കരഞ്ഞിരിക്കുന്ന ഗംഗയെയും കാവേരിയെയും ശ്രദ്ധിച്ച് സങ്കടത്തോടെ നിൽപ്പാണ് വിനീതും. അതിനിടയ്ക്ക് കാവേരിയും എന്തോ ഓർത്തെടുത്ത് കണ്ണീരെല്ലാം തുടച്ച് പുറത്തോട്ട് ഇറങ്ങി പോവുകയാ. വിനീതും അത് ശ്രദ്ധിക്കുന്നുണ്ട്. അവൾ പുറത്തേക്ക് ഇറങ്ങി സങ്കടത്തോടെ നിൽക്കുന്ന ജയപാലന്റെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോഴേക്കും അവളെ പിന്തുടർന്ന് വിനീതും അവളുടെ പുറകെ എത്തുകയാ. അവൾ സങ്കടത്തോടെ നിൽക്കുകയായിരുന്ന ജയപാലിനെ വിളിച്ച് അങ്കിളെ, ഇവിടുത്തെ ചടങ്ങുകൾക്കൊക്കെ എത്ര കാശ് വേണമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് തന്റെ കയ്യിൽ ചുരുട്ടിപ്പിടിച്ച കാശ് നീട്ടിക്കൊണ്ട് ദേ ഇതെന്റെ അച്ഛന്റെ പോക്കറ്റിലുണ്ടായിരുന്നത്, ഹോസ്പിറ്റലിൽ നിന്ന് തന്നതാന്ന് പറഞ്ഞ് നീട്ടുമ്പോഴേക്കും മോളെ, അരവിന്ദനെ പോയിട്ടുള്ളൂ, ഇവിടെ ഞാൻ ജയപാലൻ അങ്കിളുണ്ട്, എനിക്ക് നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഒരു കാലത്തും മനസ്സിലാവില്ല, എന്റെ ജീവന്റെ പാതി ആ തളത്തി കിടക്കുന്നത്, പക്ഷേ പാതി ശരീരമായിട്ട് ഞാൻ ഇവിടെ നിപ്പുണ്ട്, അയാളുടെയും എന്റെയും എന്ന് സങ്കടത്തോടെ ജയപാലൻ പറയേ. അപ്പോൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതോ അങ്കിളെ, അച്ഛനായിരുന്നു ഞങ്ങൾക്കെല്ലാം, അച്ഛൻ ഗൾഫിലായിരുന്നെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു കാര്യവും അച്ഛൻ അറിയാതെ നടന്നിട്ടില്ല, നല്ല കാര്യമാണെങ്കിലും ചീത്ത കാര്യമാണെങ്കിലും അത് അച്ഛനോട് ആദ്യം പറയുക, അതിനുവേണ്ടി അച്ഛന്റെ കോളും വരുന്നത് കാത്തിരിക്കും എന്ന് പറഞ്ഞ് പൊട്ടിക്കരച്ചിലൂടെ നാളെ മുതൽ അച്ഛനില്ല, ഞങ്ങൾ എന്താ ചെയ്യുക ജയപാലൻ അങ്കിൾ, എങ്ങനെയോ എന്റെ അച്ഛൻ ഇത്രയും പെട്ടെന്ന് മരിച്ചുപോയെ, ഇങ്ങനെയൊക്കെ മരിക്കാൻ പറ്റുമോ, ഞങ്ങൾക്ക് അച്ഛനല്ലാതെ വേറെ ആരും ഇല്ലെന്ന് അച്ഛൻ അറിഞ്ഞൂടെ എന്ന് ചോദിച്ചവൾ പൊട്ടിക്കരഞ്ഞോണ്ട് ഇന്നലെ രാത്രി അച്ഛൻ എന്നോട് കുറെ നേരം സംസാരിച്ചു അവിടെ ഇരുന്ന് എന്ന് പറഞ്ഞവൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അപ്പോൾ എന്നെ ചേർത്തു പിടിച്ചതിന്റെ ചൂട് ഇപ്പോഴും എന്റെ ദേഹത്തുണ്ട്, എന്റെ അച്ഛൻ മാത്രം എന്ന് പറഞ്ഞവൾ പൊട്ടിക്കരയുമ്പോഴേക്കും അവളെ ആശ്വസിപ്പിക്കാനാവാതെ സങ്കടത്തോടെ നിൽക്കുകയാണ് ജയപാലനും. ആ കാവേരി എന്ന് വിളിച്ച് വിനീതും അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അവിടെ അപ്പോഴേക്കും നിശ്ചയത്തിനായി ഒരുക്കിയ പന്തലും ലൈറ്റും എല്ലാം അഴിക്കാനായി തുടങ്ങിയിരുന്നു. പിന്നീട് സീറ്റൗട്ടിൽ നിൽക്കുന്ന ജയപാലൻ നിവിനോടായി ചോദിക്കുന്നുണ്ട്, ഡാ നിന്റെ അമ്മ വല്ലതും അറിഞ്ഞായിരുന്നു എന്ന്, ഞാൻ പറഞ്ഞിരുന്നെന്ന് നിവിൻ പറയുമ്പോൾ ഒരു മരണമുണ്ടാവുമ്പോഴേ ശത്രുതയൊക്കെ മറക്കണം. ജയപാലൻ പറയുമ്പോഴേക്കും ഒരു കാറിന്റെ ഹോൺ ശബ്ദം കേൾക്കുന്നുണ്ട്. ഋഷിയുടെ വീട്ടുകാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ജയപാലൻ അങ്ങോട്ട് പോകുമ്പോഴേക്കും ഋഷിയും ഫാമിലിയും കാറിൽ നിറങ്ങുകയാ. അവനെ കണ്ട് നിവിനും വിശാലിനോടായി അതല്ലേ ഗംഗയ്ക്ക് നിശ്ചയമുറപ്പിച്ച പയ്യനെന്ന് ചോദിക്കുന്നുണ്ട്. ജയപാലൻ ഇറങ്ങിച്ചെന്ന് അവരെ സ്വീകരിക്കുമ്പോഴേക്കും വരണം ബുദ്ധിമുട്ടായല്ലേ എന്ന് ജയപാലൻ ചോദിക്കുന്നുണ്ട്. ജയപാലൻ വിളിച്ചു പറയുമ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നു എന്ന് ഋഷിയുടെ അച്ഛൻ പറയേ. അഴുകി നിർത്തി മറ്റു ബന്ധുക്കളുടെ കാറൊക്കെ പറഞ്ഞു വിട്ടു, ഞങ്ങൾക്കൊന്ന് വന്നു കാണേണ്ട മര്യാദയുണ്ടല്ലോ, സാരമില്ല, ആർക്ക് എപ്പോൾ വേണേലും സംഭവിക്കാവുന്ന കാര്യമല്ല എന്ന് ഋഷിയും പറയുമ്പോഴേക്കും ജയപാലൻ അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാ. അവർ തളത്തിലെത്തി പുഷ്പചക്രം അർപ്പിക്കുമ്പോഴേക്കും വിനീതും അങ്ങോട്ടെത്തുകയാ. ഋഷി ഗംഗയെ നോക്കുമ്പോഴേക്കും അവളും സങ്കടത്തോടെ അവനെ നോക്കി പൊട്ടിക്കരയുകയാ. ജയപാലനും ശാരദയോടായി ശാരദെ, ഋഷിയുടെ വീട്ടുകാരെത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത് കേൾക്കെ സുജാതയും അവിടെ എഴുന്നേറ്റിരുന്നു കൊണ്ട് അയ്യോ, കാലന്റെ കയറുമായിട്ടാണല്ലോ നിങ്ങൾ ഈ കുടുംബത്തിലേക്ക് വന്നത്, ഞങ്ങൾ എന്തു പാപം ചെയ്തിട്ടാ, നിങ്ങളുടെ നല്ല രാശിയല്ലേ, എന്റെ ഏട്ടന്റെ ജീവൻ എടുത്തല്ലോ അരവിന്ദേട്ടാന്നും വിളിച്ച് സുജാത പൊട്ടിക്കരയുമ്പോഴേക്കും ജയപാലനും ഒന്നും മിണ്ടാതെ ഇടം കണ്ണിട്ട് അവരെ നോക്കിക്കൊണ്ട് നിൽപ്പാ. പോവാമെന്ന് ജയപാലൻ ഋഷിയോടായി പറയുമ്പോഴേക്കും സങ്കടത്തോടെ കരയുന്ന ഗംഗയെ ഒന്ന് നോക്കിക്കൊണ്ട് അരവിന്ദന്റെ അരികിലേക്ക് ചെന്ന് കൈകൂപ്പി കാൽ തൊട്ട് വന്ദിച്ച് ഗംഗയോട് മൗനമായി യാത്ര പറഞ്ഞിറങ്ങുകയാ ഋഷിയും.
പുറത്തിറങ്ങിയ ജയപാലനും ഋഷിയുടെ അച്ഛനോടായി, ജയ, അവര് പറഞ്ഞതിലൊന്നും തോന്നരുത്, നാട്ടുംപുറത്തെ ഒരു സ്ത്രീയാ എന്ന് പറയുമ്പോ അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം ജയപാല എന്ന് ജയനും പറയുന്നുണ്ട്. എങ്കിലേ അത് സംസാരിക്കേണ്ട സ്ഥലവും സാഹചര്യവും ഒന്നും ഇതല്ലല്ലോ, അവർക്കില്ലാത്ത ഔചിത്യബോധം നമ്മളെങ്കിലും കാണിക്കണ്ടേ എന്ന് ഋഷി പറയുമ്പോഴേക്കും ജയനും ശേഷം കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം, ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞ് ജയപാലനോട് അവർ യാത്ര പറഞ്ഞിറങ്ങുകയാണ്. അവിടെ മക്കളുടെ മടിയിൽ സങ്കടത്തോടെ തളർന്നു കിടക്കുകയായിരുന്ന ശാരദയും അരവിന്ദേട്ടനുമൊത്തുള്ള സുന്ദര നിമിഷങ്ങളെല്ലാം ഓർത്തെടുക്കുകയാണ്. ഇന്ന് തോട്ടത്തിലൂടെ നടക്കുന്നതിനിടയിൽ തന്റെ തോളത്ത് കൈവച്ച്, ഏയ് ഇതെന്റെ ഭാര്യയാ, തോളത്ത് കൈയിടുന്നതിന് ആർക്കെങ്കിലും എതിർപ്പുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുന്നതും, ഇനി ഒരു 5 വർഷം കൂടി കഴിയുമ്പോ അവിടെയുള്ള മലയിൽ ഒരു 5 ഏക്കർ കൂടി സ്ഥലം വാങ്ങണമെന്ന് പറഞ്ഞതും എന്നെ ജോലിക്ക് പോവാനും ജീവിക്കാനുമൊക്കെ പ്രേരിപ്പിക്കുന്ന എന്റെ ആ പൊട്ടിപ്പെണ്ണ് നീയാണ് ശാരദയെന്ന് അരവിന്ദേട്ടൻ പറയുന്നു. തനിക്കും ചോറുരുള വാരിത്തന്നതുമെല്ലാം ഓർക്കെ ശാരദ സങ്കടത്തോടെ കരയുകയാ. കാവേരിയും അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകളില്ല. വഴുക്കുമരത്തിൽ കയറി ജയിച്ച സമയത്ത് അച്ഛൻ ഗൾഫിൽ നിന്ന് വരുന്നതും ഓടിച്ചെന്ന് താൻ അച്ഛനെ കെട്ടിപ്പിടിച്ചതും സ്നേഹത്തോടെ അച്ഛൻ തനിക്ക് ചോറുരുള വാരിത്തന്നതും തലേ ദിവസം എന്റെ മോളുടെ നിശ്ചയത്തലേന്ന് ഞാൻ എങ്ങനെ കിടന്നുറങ്ങുമെന്ന് അച്ഛൻ ചോദിക്കുന്നതും, ജോലിയെല്ലാം തീർന്നതല്ലേ അച്ഛാ, ഇനി എന്താ ചെയ്യാനുള്ളത്, ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ചെയ്യാമെന്ന് താൻ പറയുമ്പോ ഞാൻ ചെയ്യാനുള്ള ജോലി നീ ചെയ്യുമെന്ന് അച്ഛൻ ചോദിക്കുന്നതും അച്ഛൻ ചെയ്യാനുള്ള ജോലിയെല്ലാം അച്ഛൻ തന്നെ ചെയ്യണമെന്ന് അച്ഛൻ പറയുന്നതും, എന്നാലും എത്ര കാലമായ അച്ഛാ അച്ഛൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നു, ഇനി ഞാനും കൂടെ കൂടാമെന്ന് കാവേരി പറയുന്നതുമൊക്കെ അവൾക്കും സങ്കടമാവുകയാണ്. ഗംഗയും അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകളിലായിരുന്നു. താനാണ് അച്ഛന്റെ ആദ്യത്തെ മോളെന്ന് അച്ഛൻ സ്നേഹത്തോടെ പറയുന്നതും വിനീതുമായുള്ള കല്യാണം നടക്കില്ലെന്നറിഞ്ഞ അച്ഛമ്മയുടെ എതിർപ്പിനെ അച്ഛൻ സ്നേഹത്തോടെ ആശ്വസിപ്പിച്ചതും താൻ ആവശ്യപ്പെട്ട ആഭരണങ്ങളെല്ലാം അച്ഛൻ സ്നേഹത്തോടെ വാങ്ങിച്ചു തന്നതും അവൾ ഓർത്തെടുക്കുകയാണ്. യമനയും അച്ഛൻ തന്നോട് കളക്ടർ ആവില്ലെന്ന് ചോദിക്കുന്നതും, ഈ കളക്ടറായി കഴിഞ്ഞാൽ ഞാൻ കളക്ടർ ബംഗ്ലാവിൽ താമസിക്കേണ്ടി വരുമോ എന്ന് ചോദിക്കുന്നതും, ദൈവത്തിന്റെ ഉറക്കറയില നമ്മളെല്ലാം ജീവിക്കുന്നത്, ഫുൾ AC, പുഷ്പവാടിയിൽ ജനിക്കുക എന്നുള്ളത് തന്നെ ഒരു ഭാഗ്യമാണ്, ജീവിക്കുക എന്നുള്ളത് വേറൊരു ഭാഗ്യം എന്നൊക്കെ പറഞ്ഞത് യമുന ഓർത്തെടുക്കേ നിളയും അച്ഛനെ കുറിച്ചുള്ള ഓർമ്മയില്ല. അച്ഛന്റെ മടിയിൽ കയറിയുന്ന തന്നെ അമ്മ വഴക്കു പറയുന്നതും, മോൾ എന്റെ മടിയിലായിരിക്കുന്നത്, നിനക്ക് എന്താന്ന് അച്ഛൻ അമ്മയോട് ചോദിക്കുന്നതും, ഓണത്തിനും അച്ഛന്റെ മടിയിലിരുന്ന് കഴിക്കാനായി അവൾ വാശി പിടിച്ചതും അച്ഛൻ തനിക്ക് വാരിത്തരണമെന്ന് ആവശ്യപ്പെടുമ്പോ അച്ഛൻ റെഡി എന്ന് പറയുന്നതും ഓർക്കെ അവളും സങ്കടത്താൽ കരയുകയാ. വിനീതും സങ്കടത്തോടെ അമ്മാവനെ കുറിച്ചുള്ള ഓർമ്മകളില്ല. ഗംഗയുമായുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറണമെന്ന് അമ്മാവൻ ആവശ്യപ്പെടുന്നതും തലേ ദിവസം രാത്രി അമ്മാവൻ തന്നോടായി, ഇത്രയും കാലം നീ എങ്ങനെയാണോ ഈ കുടുംബത്തോടൊപ്പം ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ എല്ലാ കാലം ഉണ്ടാവണമെന്ന് പറയുന്നതും ഉറപ്പായുമെന്ന് വിനീത് വാക്കുകൊടുക്കുന്നതുമെല്ലാം ഓർക്കെ അവനും സങ്കടത്തോടെ അമ്മാവനെ നോക്കി നിൽക്കുകയാണ്. സുജാതയും അച്ഛമ്മയും എല്ലാം അരവിന്ദനെ കുറിച്ചുള്ള ഓർമ്മകൾ സങ്കടത്തോടെ ഓർത്തെടുക്കുന്നുണ്ട്. സിറ്റ് ഔട്ടിൽ ടെൻഷനോടെ നിൽക്കുന്ന ജയപാലന്റെ അരികിലേക്ക് ഒരു കാരണവർ വന്ന് എടുക്കാറായില്ലെന്ന് ചോദിക്കുമ്പോഴേക്കും ജയപാലനും വിശാലിനെയും നിവിനെയും വിളിച്ചുകൊണ്ട് അകത്തോട്ട് കയറി പോവുകയാണ്. അച്ഛനെ ചിതയിലേക്ക് എടുക്കുമ്പോഴേക്കും എല്ലാവരും സങ്കടത്തോടെ അലറി വിളിക്കുകയാണ്. ജയപാലനും വിനീതും നിവിനും വിശാലുമെല്ലാം അദ്ദേഹത്തെ താങ്ങി പിടിച്ചെടുക്കുമ്പോഴേക്കും ബാക്കിയുള്ളവരും പുറകെ നിലവിളിച്ചുകൊണ്ട് ഓടി വരുന്നുണ്ട്. അദ്ദേഹത്തെ ആംബുലൻസിലേക്ക് കയറ്റുമ്പോഴേക്കും അരവിന്ദേട്ടാന്ന് നിലവിളിച്ച് അലറിക്കരയുന്ന സുജാതയെ പ്രവീണ പിടിച്ചു വെക്കുകയാണ്. ഗംഗയും യമുനയും കാവേരിയും ആംബുലൻസിലേക്ക് കയറുമ്പോഴേക്കും അലറിക്കരയുന്ന സുജാതയെയും ശാരദയെയും നിളയെയും ആശ്വസിപ്പിക്കാനായി ശ്രമിക്കുകയാണ് നിവിനും ജയപാലനുമെല്ലാം.